प्यारे बच्चों नमस्ते। आशा करती हूँ आप सब ठीक से हैं, खुशी से हैं। हमने पिछले क्लास में एक पाठ पढ़ा था, मैंने एक कविता पढ़ी थी। कविता का नाम क्या थी? हताशा से एक व्यक्ति बैठ गया था। कवि कौन थे? विनोद कुमार शुक्ल। कविता की ओर से या कविता से हम गुजरे। हताशा से एक व्यक्ति बैठ गया था, माने निराशा से एक व्यक्ति बैठ गया था। उस व्यक्ति को कवि नहीं जानता था, लेकिन उस व्यक्ति के हताशा को जानता था। इसलिए कवि उस हताशे व्यक्ति को हताश व्यक्ति के पास गया और कवि के हाथ बढ़ाया और कवि का हाथ पकड़कर वो हताश व्यक्ति खड़ा हुआ। हताश व्यक्ति कवि को नहीं जानता था, कवि के हाथ बढ़ाने को जानता था और दोनों माने कवि और हताश व्यक्ति साथ चले। दोनों एक दूसरे को नहीं जानते थे. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ? നിരാശയോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് കവി പോകുന്നു. അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ആ നിരാശനായിരിക്കുന്ന വ്യക്തി നിസ്സഹായനാണ്, സഹായം ആവശ്യമുള്ള വ്യക്തിയാണെന്ന് അറിയുകയും തന്റെ സഹായം നീട്ടുകയും കൈ നീട്ടുകയും അവർ രണ്ടുപേരും ഒരുമിച്ച് കടന്നു പോവുകയും ചെയ്യുന്ന ഒരു ദൃശ്യം. പരസ്പരം അവർ അറിയില്ല. ഇത്രയുമാണ് വിനോദ് കുമാർ ശുക്ലയുടെ കവിത നമ്മൾ പഠിച്ചത്. अच्छा, आगे हम टिप्पणी की ओर चले. टिप्पणीकार कौन है? नरेश सक्सेना. आगे देखिए. हताशा से एक व्यक्ति बैठ गया था, मैंने विनोद कुमार शुक्ल की कविता पर नरेश सक्सेना की टिप्पणी. टिप्पणीकार है नरेश सक्सेना. अच्छा, हम टिप्पणी की ओर चले. विनोद कुमार शुक्ल अपनी मौलिकता के साथ ही भाषा की अनगढ़ता के लिए विख्यात है, किंतु इस कविता में मौलिक होने के साथ ही वे काव्य शिल्प के सिद्ध कवि की तरह भी दिखाई देते हैं. देखिए, पहले पैराग्राफ में, पहले खंड में क्या देखते हैं हम? कवि की विशेषता बताते हैं. विनोद कुमार शुक्ल अपनी मौलिकता के साथ, मौलिकता मीन्स तनिമ, ഒറിജിനാലിറ്റിയോടൊപ്പം തന്നെ ഭാഷയ്ക്ക് അൻകടതയ്ക്ക് ലിയെ വിഖ്യാത ഹെ. ഭാഷയും സ്വാഭാവികമായ ഭാഷയിലൂടെ കവിത രചിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു വിനോദ് കുമാർ ശുക്ല. എന്നാൽ इस कविता में मौलिक होने के साथ ही वे काव्य शिल्प के सिद्ध कवि की तरह भी दिखाई देते हैं. എന്താണ് ഈ കാവ്യശില്പം? ശില്പം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു ശില്പി തന്റെ കരവിരുത് കൊണ്ട് എത്ര നല്ല രീതിയിൽ ഒരു ശില്പത്തെ പണിയുന്നുവോ അതേപോലെ തന്റെ ഭാവവിചാരങ്ങളെ, തന്റെ സങ്കല്പങ്ങളെ എത്ര നല്ല ശൈലിയിലാണോ കവിതയെ രചിക്കുന്നത്, അതാണ് കാവ്യശില്പം. അത്രയും നല്ല കാവ്യശില്പത്തിൽ ശില്പിയായിരുന്നു ആര്? വിനോദ് കുമാർ ശുക്ൽ എന്നാണ് നരേഷ് സക്സേനയുടെ അഭിപ്രായം. कविता के अर्थ इतने सहज और साफ है कि उन्हें व्याख्या की दरकार नहीं है. കവിതയുടെ അർത്ഥം ഇത്രത്തോളം ലളിതവും സ്വാഭാവികവും സരളവുമാണ്. എങ്ങനെ? എത്രത്തോളം? ഉन्हें व्याख्या की दरकार नहीं. ദർക്കാർ മീൻസ് ആവശ്യകത, നെസസിറ്റി. അതിന് വീണ്ടും ഒരു വ്യാഖ്യയുടെ വിശദീകരണത്തിന്റെ യാതൊരു ആവശ്യവും ഇല്ല. सरल शब्दों वाले वाक्य स्वयं ही अपना മർമ്മ കഹ ദേത്തെ ഹെ. ലളിതമായ സെന്റൻസുകളിൽ വ്യക്തമാക്കുന്ന ഈ കവിത അതിന്റെ മർമ്മത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. ആദ്യം കവിയെ കുറിച്ച് വിശദീകരിക്കുന്നു, അല്ലെ കവിയുടെ പ്രത്യേകത വിശേഷത വർണ്ണിക്കുന്നു. മറ്റൊന്ന് കവിതയെ കുറിച്ച് പറയുന്നു. അടുത്ത ഭാഗത്തിലേക്ക് നോക്കാം നമുക്ക്. व्यक्ति को मैं नहीं जानता था, हताशा को जानता था, कहते ही वे जानने की हमारी उस जानी पहचानी रूढ़ी को तोड़ देते हैं, जो
व्यक्ति के नाम, पते, उम्र, ओहदे या जाति से जानने को जोड़ती है. വ്യക്തി കോ മേ നഹി ജാൻതാ താ, ഹതാശ കോ ജാൻതാ താ എന്ന വരികൾ നമുക്ക് കവിതയിൽ കാണാൻ സാധിക്കുന്നു, അല്ലെ? ഇവിടെ വേ മനെ കവി ജാൻനെ കി ഹമാരി ഉസ് ജാനി പഹചാനി രൂഢി കോ, ഒരാളെ വ്യക്തിയെ അറിയുക എന്നത് പരമ്പരാഗതമായിട്ട് നമ്മളിൽ ഉണ്ടാകുന്ന, നമ്മുടെ മനസ്സിൽ അന്തർമൈൻഡിൽ ഉറച്ചു കിടക്കുന്നതാണ്. എന്ത്? നമ്മൾ ഒരു വ്യക്തിയെ അറിയാന്ന് പറയുമ്പോൾ എന്താണ്? അദ്ദേഹത്തിന്റെ പേരിനാല്, അഡ്രസ്സിനാല്, വയസ്സ്, പദവി, ജാതി, ഇതിലൂടെയൊക്കെയാണ് നമ്മൾ ഒരു വ്യക്തിയെ അറിയപ്പെടുന്നത്. എന്നാൽ കവി പറയുകയാണ്, കവിയുടെ ഭാഷയില്, യദി ഹം കിസി വ്യക്തി കോ ഉസ്കി ഹതാശ, നിരാശ, असहायता या उसके संकट से नहीं जानते तो हम कुछ नहीं जानते. ഒരു വ്യക്തിയുടെ അസഹായത, നിസ്സഹായത, നിരാശ, സങ്കടങ്ങളൊന്നും നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ കുറിച്ച് ഒന്നും അറിയുന്നില്ല. ഇതുപോലെ സടക്ക് പർ ഘായൽ പടേ अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं कि हम उसे हम नहीं जानते? റോഡിൽ മുറിവേറ്റ് കിടക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് പറയാനാകുമോ എന്ത്? അദ്ദേഹത്തെ എനിക്കറിയില്ല എന്ന്. വാസ്തവത്തിൽ നമുക്കറിയാം. എന്തറിയാം? നമുക്ക് റോഡിൽ ഇപ്പൊ അപകടത്തിൽ കിടക്കുന്ന, മുറിവേറ്റ് കിടക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ നമുക്കറിയാം എന്തെന്ന്? ഹം ജാൻതേ ഹേ കി യേ വ്യക്തി മുസീബത്ത് മേ ഹേ और इसे हमारी मदद की जरूरत है. നമുക്കറിയാം ആ വ്യക്തി ബുദ്ധിമുട്ടിലാണ്. മുസീബത്ത്, ബുദ്ധിമുട്ട്, ഡിഫിക്കൽറ്റീസ്, ബുദ്ധിമുട്ടിലാണ്. ആ വ്യക്തിക്ക് നമ്മുടെ സഹായം ആവശ്യമുണ്ട്. ये कविता मने हताशा से एक व्यक्ति बैठ गया था नामक कविता मनुष्य को मनुष्य की तरह जानने की याद दिलाती है. മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇതിലൂടെ നടക്കുന്നത്. കവി कविता लगातार नहीं जानने और जानने का बयान करती जाती है. ഇവിടെ വിവരിച്ചുകൊണ്ടിരിക്കുക, വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. ലഗാതാർ, നിരന്തരം, നഹീ ജാന്നെ, ജാന്നെ എന്നിങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതുപോലെ? ശില്പ് കി ഇസ് ബാരീക് കാരിഗരി കോ ദേഖെ, ശില്പിയുടെ, ശില്പത്തിന്റെ ഈ സൂക്ഷ്മമായ എന്ത് നിരീക്ഷണം. वो मुझे नहीं जानता था, हाथ बढ़ाने को जानता था. അയാൾക്ക് എന്നെ അറിയില്ല, എന്റെ സഹായം കരസ്ഥമാക്കാൻ സഹായം അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. हम एक दूसरे को नहीं जानते थे, साथ साथ चलना जानते थे. ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ അറിയാമായിരുന്നു, ഒരുമിച്ച് നടക്കാൻ അറിയാമായിരുന്നു. ഇവിടെ नहीं जानना और जानना कविता में किसी लोकगीत के സ്ഥായി की तरह बार बार लौटता है. ഇവിടെ കവിതയില് ഈ ജാന്ന എന്നും നെഹി ജാന്ന എന്നും ഏതെങ്കിലും ഒരു ഫോക്ക് സോങ്ങിലെ, നാടൻ പാട്ടിലെ വരികളെ പോലെ സ്ഥായിയായിട്ട്, റിപ്പീറ്റഡ് ലൈൻസ് ആയിട്ട്, സ്ഥായി അതാണ്, റിപ്പീറ്റഡ് ലൈൻസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു വീണ്ടും വീണ്ടും. ലോകഗീത് കേട്ടിട്ടില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും നാടൻ പാട്ട്. നമുക്കൊരു നാടൻ പാട്ടൊന്ന് കേട്ടു നോക്കാം, അല്ലെ? ഇടക്ക് തന്നെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ, ഒരമ്മ പെറ്റതുപോലെ എല്ലാരും തന്നെയാ, ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ, ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. ഓക്കെ, ഫോക്ക് സോങ് ഇഷ്ടായോ? കാലികമായി പ്രസക്തിയുള്ള ഒരു ഫോക്ക് സോങ് ആണിത്, അല്ലെ? ഇവിടെ സ്ഥായി എന്ന് പറയുന്നത് ഏതാണ്? ഏത് വരികളാണ് ആവർത്തിച്ചു വരുന്നത്? നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ.
അല്ലെ? ആ വരികൾ ഇങ്ങനെ മാറി മാറി വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ലൈൻസ് ആണത്. അതാണ് സ്ഥായി എന്ന് പറയുന്നത്. ക്ലിയർ?